ഈ രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ആളുകളെ കടത്തിവിടാത്തത്, അതായത് പ്രത്യേകിച്ച് മാധ്യമങ്ങളെ കടത്തിവിടാത്തതിനെതിരെയാണ് MLA പ്രതിഷേധിച്ചത്. ഏതായാലും അവിടേക്ക് ഇപ്പോൾ മാധ്യമങ്ങളുമായി അദ്ദേഹം പോകുകയാണ്. ഈ സ്ഥലത്ത് എത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതികൾ കണ്ട് അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് MLA ഇപ്പോൾ അകത്തേക്ക് വിടുന്നത്. ഏതായാലും തീർച്ചയായും ഈ അപകടം ഇല്ലാത്ത രീതിയിൽ മാത്രമേ നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാനാകൂ. ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുക. ഏതായാലും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം കാര്യമായ തോതിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ബന്ധുക്കൾ അകത്തുണ്ട്. അവർ പറഞ്ഞ വിവരമനുസരിച്ച് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചു. വൈകാതെ തന്നെ ഈ ലോറി കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഏതായാലും രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ പുരോഗമിക്കുന്നു. 70 പേരോളം അവിടെ പരിശോധനകൾ അല്ലെങ്കിൽ ഈ തിരച്ചിലിന് 70 പേരോളമാണ് പങ്കെടുക്കുന്നത്. സ്ഥലം SP അവിടെ സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഇവിടെ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗം കൂടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. GPS സിഗ്നൽ കിട്ടിയ ആ സ്ഥലത്തേക്ക് ഇതുവരെ എത്താനായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. നിലവിൽ ഏതായാലും അവിടെ ആ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ഉൾപ്പെടെ നമുക്ക് നൽകാനാകും. അവിടെ റഡാർ സൂറത്കൽ NIT നിന്ന് കൊണ്ടുവന്ന റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ നിന്ന് വൈകാതെ തന്നെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. നിലവിലേതായാലും ഈ പരിശോധനകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. കാലാവസ്ഥയ്ക്ക് ചെറിയ ഒരു മാറ്റം ഇപ്പോൾ വരുന്നത് പ്രകടമാണ്. ഇന്ന് ഇതേവരെ മഴ പെയ്തിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തനം അതിവേഗം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ തിരച്ചിൽ നടത്തുന്നവരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകളെ ഇപ്പോൾ അവിടേക്ക് കടത്തി വിടുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവാത്ത രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ദൃശ്യങ്ങൾ അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ നൽകാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, അതൊക്കെയും മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയന്ത്രണത്തെ പറ്റി നമ്മൾ നേരത്തെയും പ്രതികരണങ്ങളൊക്കെ കേട്ടിരുന്നു. അവിടെയാണിപ്പോൾ സ്ഥലം MLA മാധ്യമപ്രവർത്തകരുമായി മുന്നോട്ട് പോകുന്നത്. മാധ്യമപ്രവർത്തകരുമായി MLA മുന്നോട്ടേക്ക് തന്നെ തിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒപ്പം തന്നെ ദേശീയപാത നിർമ്മിച്ചതിൽ അപാകതയാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലും അപകടമൊക്കെ ഉണ്ടാകാനുള്ള കാരണമായിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇപ്പോഴെന്തായാലും ആ മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം മുന്നോട്ട് തിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അപകട സ്ഥലത്തേക്ക്, ആ സ്പോട്ടിലേക്ക്, നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്പോട്ടിലേക്ക് തിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.